നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് ആൻറ്റിന പാരാമീറ്റേഴ്സ് പഠിക്കാൻ വേണ്ടി തുടങ്ങി. ഇതുവരെ നമ്മൾ ജനറലായിട്ട് കുറേ കാര്യങ്ങളാണ് പഠിച്ചത്. ആൻറ്റിന എന്താണെന്ന് പഠിച്ചു, ഐസോട്രോപിക് സോഴ്സ് എന്താണെന്നുള്ള കാര്യം നോക്കി, റേഡിയേഷൻ പാറ്റേൺ എന്താണെന്ന് നോക്കി. ഇനിയുണ്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. അത് നമുക്കിത് പോകുന്ന വഴി ഓരോരോ ടൈം ആയിട്ട് വരുമ്പോഴത്തേക്ക് പറയാം. അപ്പം നമുക്ക് സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ബേസിക് ആൻറ്റിന പാരാമീറ്റേഴ്സിനകത്ത് ഫസ്റ്റ് വൺ ഗെയിൻ എന്ന് പറയുന്നത്. ആൻറ്റിനയുടെ ഗെയിൻ അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു ആൻറ്റിനയുടെ ഗെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് റേഷ്യോ ഓഫ് മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫ്രം ടെസ്റ്റ് ആൻറ്റിന ടു മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫ്രം റെഫറൻസ് ആൻറ്റിന വിത്ത് ദ സെയിം പവർ ഇൻപുട്ട് എന്നാണ് പറയുന്നത്. അതായത് ഇതൊരു റേഷ്യോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഏത് ആൻറ്റിനയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ടെസ്റ്റ് ആൻറ്റിന, പ്രാക്ടിക്കൽ ആൻറ്റിന, അല്ലെ ഗിവൺ ആൻറ്റിന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആൻറ്റിന ഏതാണോ അതിനെയാണ് നമ്മൾ പറയുന്നത്. അത് വിത്ത് റെസ്പെക്ട് ടു ഏതിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക് പഠിച്ച പോലെ ഐസോട്രോപിക് ആൻറ്റിനയുടെയാണ്, അല്ലെങ്കിൽ നമുക്കതിനെ റെഫറൻസ് ആൻറ്റിന നമുക്കിവിടെ പറയാമെന്ന് പറഞ്ഞു. ആ ആൻറ്റിനയുടെ വെച്ച് നോക്കുമ്പോഴത്തേക്കുള്ള റേഷ്യോ ആണ് നമ്മൾ ഗെയിൻ എന്ന് പറഞ്ഞെടുക്കുക. അപ്പം ഇവിടെ നമ്മൾ ഗെയിൻ എടുക്കുന്നത് ഇൻ ടേംസ് ഓഫ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയുടെ ടേമിലാണ് എടുക്കുന്നത്. അപ്പം ജി ആണ് നമ്മൾ ഗെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ജി ഈസ് ഈക്വൽ ടു മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫ്രം ടെസ്റ്റ് ആൻറ്റിന ഡിവൈഡഡ് ബൈ മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫ്രം റെഫറൻസ് ആൻറ്റിന. ഇനി നമ്മൾ ഈ റെഫറൻസ് ആന്റിനയ്ക്ക് പകരം, റെഫറൻസ് ആന്റിന എന്ന് പറയുന്നത് നമ്മൾ ഐസോട്രോപിക് ആന്റിനയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കതിനെ ജി എന്ന് പറയുന്നത് G0 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി ഫ്രം ടെസ്റ്റ് ആന്റിന ഡിവൈഡഡ് ബൈ മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി ഫ്രം ഐസോട്രോപിക് ആന്റിന. അതിനെ നമുക്ക് 5'm എന്നും 5'0 നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് 5'm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി ഫ്രം ടെസ്റ്റ് ആന്റിന. ടെസ്റ്റ് ആന്റിനയുടെ മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി ആണ് 5'm എന്നും മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് ഐസോട്രോപിക് ആന്റിനയാണ് 5'0 എന്നും നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മളിപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റേഡിയേഷൻ ഇന്റൻസിറ്റിയുടെ ടേമിലാണ് ഇത് പറയും. ഇത് നമുക്ക് പവർ ഡെൻസിറ്റിയുടെ ടേമിലേക്ക് വരും. അപ്പൊ അതെന്തായാലും G ഈസ് ഈക്വൽ ടു P1 ബൈ P2. ഇവിടെ G എന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്ന റെഫറൻസ് ആന്റിന എന്നുള്ള ടേമിലായിരിക്കും. അപ്പൊ P1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമം പവർ റിസീവ്ഡ് ഫ്രം ഗിവൺ ആന്റിന. സെയിം തന്നെയാണ് ടെസ്റ്റ് ആന്റിന എന്ന് പറയുന്നത്. അതിന് ടേം ഒന്ന് മാറ്റി പറഞ്ഞതേ ഉള്ളൂ. P2 എന്ന് പറയുന്നത് മാക്സിമം പവർ റിസീവ്ഡ് ഫ്രം റിസീവ്ഡ് ആന്റിന എന്നാണ് നമ്മൾ പറയുന്നത്. സോറി, റിസീവ്ഡ് അല്ല, റെഫറൻസ് ആന്റിന എന്ന് പറയുന്നത്. ഇനി അടുത്തത് G0 നമ്മൾ കൊടുത്തേക്കുന്നത് സെയിം ആയിട്ട് E1 ഡിവൈഡഡ് ബൈ E2. അപ്പൊ E1 ഏത് ടേബിളായിരിക്കും? ഫീൽഡ് സ്ട്രെങ്തിന്റെ ടേമിലായിരിക്കും ഇവിടെ ഗെയിൻ പറയുന്നത്. ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് എ ഗിവൺ ഡിസ്റ്റൻസ് ഫ്രം പ്രാക്ടിക്കൽ ആന്റിന. പ്രാക്ടിക്കൽ ആന്റിന എന്ന് പറഞ്ഞാലും ടെസ്റ്റ് ആന്റിന എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇവിടെ G0 എടുത്തത് കാരണം നമ്മൾ റെഫറൻസ് എന്ന് മാറ്റിയിട്ട് ഐസോട്രോപിക് ആന്റിന എന്നുള്ള ടേമിലേക്ക് നമ്മളിവിടെ മാറ്റുകയാണ്. അപ്പൊ E2 എന്ന് പറയുന്നത് ഫീൽഡ് സ്ട്രെങ്ത് ഫ്രം ഐസോട്രോപിക് ആന്റിന എന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ നമുക്കറിയാം ഗെയിൻ ഒക്കെ നമ്മൾ യൂഷ്വലി ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഏതിലായിരിക്കും, ഏത് യൂണിറ്റിലായിരിക്കും? dBയിലായിരിക്കും നമ്മൾ എടുക്കുക. അപ്പം ഗെയിൻ ചെയ്യുന്നത് dBയിലാണ് നമ്മളിവിടെ എടുക്കുക. എക്സ്പ്രസ് ചെയ്യുന്നതാണ് dB എന്ന് പറഞ്ഞ് നമ്മളിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഡെസിബലിലാണ് നമ്മൾ ഗെയിൻ സാധാരണ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഡെസിബൽ ഗെയിൻ്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് ഡെസിബൽ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത്? dB ഗെയിൻ നമ്മൾ എടുക്കുമ്പോൾ 10 log G എന്ന് എടുത്തയച്ചാൽ മതി. അതാണ് 10 log dB ഇൻ ഗെയിനിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ dB ഗെയിൻ ഇസ് ഈക്വൽ ടു ഗെയിൻ ദാറ്റ്സ് ഈക്വൽ ടു 10 log ബേസ് 10 ആണ് G. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ dBയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എടുക്കുന്നത്. ഗെയിൻ എപ്പോഴും dB ഡെസിബലിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആന്റിനയുടെ ഫസ്റ്റ് പാരാമീറ്റർ ഗെയിൻ എന്ന് പറയുന്നത്.